Good morning. Silent रहते तो ലാസ്റ്റ് ക്ലാസ്സിലെ ടോപ്പിക് നോക്കി എല്ലാവരും nomenclature of unsaturated hydrocarbons. സാർ അനശ്വര ഞങ്ങൾക്ക് ഈ സെവൻത്ത് ചാപ്റ്ററല്ലേ പഠിക്കണേ? സിക്സ്ത്ത് ഞങ്ങൾക്ക് ചാപ്റ്റർ മാറ്റി എക്സാമിന് ഭയങ്കര ടഫാന്ന് പിള്ളേർ പറഞ്ഞപ്പോൾ ടീച്ചർ അത് വേണ്ടാന്ന് പറഞ്ഞു. ഫുള്ള് പഠിപ്പിച്ച് തീർത്തായിരുന്നു. 4ഉം 5ഉം മാത്രമേ ഉള്ളൂ. ടഫാണോ എന്നിട്ട് ചാപ്റ്റർ? ഇല്ല, അത് എളുപ്പാ. ഞാൻ ടീച്ചറിനോട് പറഞ്ഞു എളുപ്പാ പഠിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. പകുതി പിള്ളേര് പറഞ്ഞു ഭയങ്കര ടഫാന്ന് പറഞ്ഞു, അതുകൊണ്ട് മാറ്റുമെന്ന് പറഞ്ഞു. 4-5 മാത്രമേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ എല്ലാ സ്കൂളുകൾക്കും അങ്ങനെയുള്ളോ? ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഗവൺമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ സെക്കൻഡ് ടൈമിന്? അല്ല സാർ, അവര് തന്നെ ഇടുന്നതാ. ആ ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈമൊന്നും ഇല്ല, അതൊന്നും തരുമൊന്നുമില്ല. എഴുതിക്കോളണം അതിന്റെ. സെക്കൻഡ് ടൈമിലെ എക്സാം ശരിക്കും സാധാരണ ഗവൺമെന്റ് എക്സാം ആയിരുന്നു. അത് ഗവൺമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇപ്പൊ കോവിഡ് സിറ്റുവേഷൻ കാരണമായിരിക്കും മേ ബി സ്കൂളുകൾക്ക് അതിന്റെ അതോറിറ്റി കൊടുക്കും. ഷബാന, Shabana, what are the rules of naming an unsaturated hydrocarbon? Rules for naming an unsaturated hydrocarbon. Plus position of the branch plus a suffix. Position of the branch. Position of the branch ആണോ ഷബാന? ആലോചിച്ച് ഇതിന്റെ പൊസിഷൻ നമ്മൾ വരുന്നത് പൊസിഷൻ ഓഫ് കാർബണോ? പൊസിഷൻ ഓഫ് ദി ബോണ്ട്. പൊസിഷൻ ഓഫ് ദി ബോണ്ട് അങ്ങനെയല്ലേ എഴുതിയേക്കണ എല്ലാവരും? ബ്രാഞ്ചിൽ നിന്നാണ് എഴുതിയേക്കുന്നത് അല്ലല്ലോ? ആ പൊസിഷൻ ഓഫ് ദി ബോണ്ട്, either double bond or triple bond position, then suffix. Bhimanavas. Sir. Name this compound. Presentation വന്നിട്ടില്ലല്ലേ? Sorry. Name this compound. Wait. Say the Bima. Prop 2E. Prop 2E. ശരിയാണോ? ബാക്കിയുള്ളവര് ഹാരിസ് എവിടെ തെറ്റിയത്? സാർ എവിടെ തെറ്റിയത്? ശരിയാണോ അത്? ശരിയല്ലേ? ശരി. അബിയ ശരിയാണോ? കറക്റ്റ് ആൻസർ പറഞ്ഞേ നോക്കട്ടെ. Prop 1E. കേട്ടില്ല. Prop 1E. Prop 1E. അഫ്ര ഏതാ ശരി? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? Prop 1E. അപ്പൊ മനസ്സിലായോ ഭീമ ഹാരിസ് എവിടെ തെറ്റിയെന്ന്? ഇത് തെറ്റാണല്ലോ സാർ. ഇല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇതിന്റെ എങ്ങനെയാണ് ആൻസർ കിട്ടണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ?
അപ്പൊ ഇന്നത്തെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ലാത്തത് അതുകൊണ്ടാണല്ലോ. ഡൗട്ട് ചോദിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഇല്ലാത്ത സ്ഥിതിക്ക് പറഞ്ഞു തരേണ്ടി വരും. നോക്കിക്കോ. നമുക്കറിയാം ഏത് കോമ്പൗണ്ട് ആണെങ്കിലും നമ്മൾ നമ്പർ ചെയ്യും. സോ നമ്പറിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്. നോക്കിക്കോട്ടോ, സംശയമുള്ളവരൊക്കെ നോക്കിക്കോളാം. 1 2 3 തിരിച്ചും 1 2 3. നമുക്കറിയാം റൂൾസ് ഫോർ നെയിമിംഗ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ദി ബോണ്ട്. ബോണ്ടിന്റെ പൊസിഷൻ എഴുതണം. ബോണ്ടിന്റെ പൊസിഷൻ എഴുതിയിട്ട് വേണം ഏത് ബോണ്ടാന്ന് എഴുതണം. ഇവിടെ ഡബിൾ ബോണ്ട് ആണ്. സോ ENE ആണ്. നമ്മുടെ വേർഡ് റൂട്ട് പ്രോപ്പ് എന്നാണ്. 3 കാർബൺ ആറ്റം പ്രോപ്പ് എന്നാണ്. അപ്പൊ ഇവിടെ ഉള്ള ഒരു പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ എഴുതണം. അതിന് വേണ്ടിയിട്ട് നമ്പർ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാർബൺ ആറ്റംസും നോക്കും. സോറി, ഡബിൾ ബോണ്ടിന്റെ അതനുസരിച്ചുള്ള 2 കാർബൺ ആറ്റംസും നോക്കും. ആ കാർബൺ ആറ്റംസിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ, എപ്പോഴും ലോവസ്റ്റ് നമ്പർ നമ്മൾ എല്ലാ കേസിലും എടുക്കണം. ലോവസ്റ്റ് സം, ലോവസ്റ്റ് നമ്പറെങ്കിലും. സോ ഇതിൽ ലോവസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ആണ് ലോവസ്റ്റ് നമ്പർ. എല്ലാ നമ്പേഴ്സും നോക്കും, അതിൽ തന്നെ ലോവസ്റ്റ് നമ്പർ 1 ആണ്. സോ നെയിം വിൽ ബി prop 1E. ആയിഷേ മനസ്സിലായോ? മനസ്സിലായി. ആ, എന്നിട്ട് ശ്രദ്ധിക്കാത്തോണ്ടാ മനസ്സിലാവാത്തത്. ഒരു ക്വസ്റ്റ്യൻ കൂടി. അൽഷിഫ. Sir. CH2 CH3 CH. Name this compound. Bute. Hyphen. Bute. Hyphen. നമ്പറൊക്കെ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. 2E. ശരിയാണോ ഇത്? ആണോ? ബാക്കിയുള്ളവര് ശരിയാണ് കേട്ടോ. ഒരു മിനിറ്റ്. നമുക്ക് ട്രാക്കിലോട്ട് വരാം. രണ്ടിന്റെ നെയിമിങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ബോണ്ടിന്റെയും ട്രിപ്പിൾ ബോണ്ടിന്റെയും. ഈ ട്രിപ്പിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ENE മാറ്റി ഇവിടെ YNE ആക്കണം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നോക്കി, ഞാൻ ഈ ഡബിൾ ബോണ്ട് മാറ്റി ട്രിപ്പിൾ ബോണ്ട് ആക്കിയത്. ട്രിപ്പിൾ ബോണ്ട് ആയി കഴിയുമ്പോൾ വാലൻസിൽ വ്യത്യാസം വരും. അപ്പൊ വാലൻസ് ഞാൻ ചേഞ്ച് ചെയ്യുവാണ്. ഇവിടെ H വരും, ഇവിടെ CH ആണ് വരുന്നത്. ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ത് വരും? ഇവിടെ ഇതില്ല, C മാത്രമേ ഉള്ളൂ. ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ത് വരും? ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ത് വരും? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്ത് മാറി? ഡബിൾ ബോണ്ട് മാറി ട്രിപ്പിൾ ബോണ്ടായി. സോ അതിന്റെ സഫിക്സ് ENE മാറി എന്താകും? സോറി, പ്രോപ്പ് എന്ന് എഴുതാം. PRP. പ്രോപ്പ് ഫസ്റ്റ് പൊസിഷനിലാണ് 1I. പ്രോപ്പ് 1I. ഇനി ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ എഴുതാറുണ്ട്. 1 പ്രൊപ്പൈൻ എഴുതാറുണ്ട്. 1 പ്രൊപ്പൈനും എഴുതാറുണ്ട്. അത് പക്ഷെ നിങ്ങൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ഉള്ള ആൻസർ ഇതാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ ചെയ്യേണ്ടതാണ്. 1 പ്രൊപ്പൈൻ എഴുതുന്നതിനേക്കാളും നല്ലത് ഇത് എഴുതുകയാണ്. ചില ടീച്ചേഴ്സ് മാർക്ക് തരില്ല ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ. അപ്പൊ ഇത് നിങ്ങൾ ഫോളോ ചെയ്തോ കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്തോ. ഇതും ഉണ്ട്. സപ്പോസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാലും എഴുതണം. 1 പ്രൊപ്പൈൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്രൊപ്പൈൻ എന്ന് പറയുന്നത് പ്രൊപ്പ് 1 തന്നെയാണ്. അല്ലെങ്കിൽ 2 പ്രൊപ്പൈൻ എന്ന് പറയുന്നത് 2 പ്രൊപ്പൈൻ ഇല്ല, 3 ബ്യൂട്ടൈൻ എന്ന് പറയുന്നത്, ഇനി 2 ബ്യൂട്ടീൻ എന്ന് പറയുന്നത്, ഇത് രണ്ടും സെയിം ആണ്. അത് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ നെയിം തന്നതിനാൽ നിങ്ങൾക്ക് അതിന്റെ സ്ട്രക്ചർ എഴുതാനും പറ്റണം. ഞാനത് ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ഇതിലും തിരിച്ചും പഠിക്കാനുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മൾ പഠിച്ചത് സ്ട്രക്ചർ കണ്ടൻസ് ഫോമിൽ നിന്ന് IUPAC നെയിം എഴുതുന്നതാണ്. ഇനി തിരിച്ചും ചോദിക്കും. IUPAC നെയിം തന്നിട്ട് റൈറ്റ് സ്ട്രക്ചർ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഇതിനു മുമ്പ് കണ്ടാട്ടോ ആ രീതിക്കുള്ള ക്വസ്റ്റ്യൻസ്. സോ ഒരെണ്ണം നോക്കിക്കോന്ന്. പെന്റ് 2E ഒന്ന് എഴുതിക്കോന്ന്. പെന്റ് 2E ഒന്ന് എഴുതിക്ക്. പെന്റ് 2E ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിന്റെ സ്ട്രക്ചർ വരച്ചു തന്നു, ഓർ കണ്ടൻസ് ഫോമിൽ വരച്ചു തന്നു. ഇതിൽ ബ്രാഞ്ച് ഉള്ളതുപോലെ നമുക്ക് ബാക്കിൽ നിന്ന് നോക്കണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നോക്കണ്ട കേട്ടോ. ഇതിൽ ഒറ്റ ആളെ മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇത് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു വരച്ച ഓർമ്മയല്ലേ? ബാക്കിൽ നിന്ന് നോക്കിയത്.
ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ബാക്കിൽ നിന്നാണ് വേർഡ് റൂട്ട് ആദ്യം നോക്കി, വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് നോക്കിയിട്ടാണ് ബ്രാഞ്ചിലേക്ക് വന്നത്. ഇവിടെ നമ്മൾ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ, ബ്രാഞ്ച് ഇല്ല. നിങ്ങൾ പെൻഡ് നോക്കണം. പെൻഡ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റംസ് ആണ്? എത്ര കാർബൺ ആറ്റംസ് ആണ് പെൻഡ്? ആദ്യം പെൻഡ് എഴുതണം, 5 കാർബൺ ആറ്റംസ് എഴുതണം. എന്നിട്ട് സെക്കൻഡ് പൊസിഷനിൽ ആരുണ്ടെന്ന്? സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, EN ഉണ്ട്. അപ്പൊ ആദ്യം 5 കാർബൺ ആറ്റംസ് നിങ്ങൾ ഡ്രോ ചെയ്യണം. സെപ്പൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ. 5 കാർബൺ ആറ്റംസ് ഡ്രോ ചെയ്തിട്ട് 2E സഫിക്സ് ഇവിടെ 2E ആണ്. രണ്ടാമത്തെ പൊസിഷനിൽ ENE ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതിൽ രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തെ പൊസിഷനാണ് കാർബൺ ആറ്റം, ഇതും രണ്ടാമത്തെ പൊസിഷനാണ്. ഇവിടെ കൊണ്ടുപോയി ഡബിൾ ബോണ്ട് ഇട്ടാൽ ശരിയാകോ? എന്തുകൊണ്ടാ? 1 ആയി പോട്ടോ. അവിടെ കൊണ്ടുപോയി ഡബിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ പൊസിഷൻ 1 ആയി പോകും. അപ്പൊ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഇട്ടാൽ പോരാ, നമുക്ക് അകത്ത് 2 and 3 മിഡിൽ ഇട്ടുണ്ട്. കോമ്പൗണ്ട് 2 and 3 കാർബൺ ആറ്റത്തിന്റെ മിഡിൽ ഇട്ടാലാണ് നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുന്നത്. ഡബിൾ ബോണ്ട് വന്നത് ഇവിടെയാണ്, ഒന്നല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട്. ഈ വാലൻസി കംപ്ലീറ്റ് ചെയ്താൽ മതി. വാലൻസി കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാരെങ്കിലും ഫാത്തിമ സാല വാലൻസി കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞേ. CH3 CH3 CH2 CH2 CH 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 CH3. CH3. ഇനി ഈ കോമ്പൗണ്ടും സെയിം ആണ്, ഈ കോമ്പൗണ്ടും സെയിം ആണ് കേട്ടോ. ഇത് രണ്ടും സെയിം ആണ്, രണ്ടും സെയിം കോമ്പൗണ്ട് ആണ്. ഇത് രണ്ടും മിറർ ഇമേജ് ആണ്, മിറർ ഇമേജ്. സെന്ററിൽ നിന്ന് ഒരു ഇത് അങ്ങോട്ടും കൂടെ നോക്കിയാൽ മതി. ഒരു സൈഡിൽ നിന്ന് നോക്കുന്നത് മറ്റേ സൈഡിൽ നിന്ന് നോക്കുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് ഉള്ളത്. സെയിം കോമ്പൗണ്ട്സ് ആണ് കേട്ടോ. ഈ ഒരു ഐഡിയയും വേണം. ചിലവർ ലെഫ്റ്റ് സൈഡ് പ്രിഫറൻസ് കൊടുത്തായിരിക്കും നമ്പർ ചെയ്യുന്നത്, ചിലവർ റൈറ്റിൽ നിന്ന് നമ്പർ ചെയ്യും. എവിടെ നിന്ന് നമ്പർ ചെയ്താലും സെയിം കോമ്പൗണ്ട് തന്നെ കിട്ടുള്ളൂ, സെയിം ആള് തന്നെയായിരിക്കും, ഒട്ടും ഡിഫറൻസ് ഉണ്ടാവില്ല അവർ. ഇനി ടെക്സ്റ്റ് ബുക്കിലോട്ട് വന്നേ. ഒരു മിനിറ്റ്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. സർ ഇന്നലെ അവസാനം 3 ക്വസ്റ്റ്യൻ തന്നായിരുന്നു, അതില് ഒരെണ്ണത്തിന്റെ ആൻസർ ആക്കാൻ പറഞ്ഞോളൂ. ഇന്നലെയോ? ഓക്കെ, ഇതല്ലേ? ഇതാരും ഓർമ്മിപ്പിച്ചില്ലല്ലോ എന്നിട്ട്. Yes. ഓക്കെ, ചെയ്ത് നോക്കാൻ വന്ന നെയിം ചെയ്തോ? ചെയ്തായിരുന്നു നിങ്ങളത്? സെക്കൻഡ് വൺ തഫ്സിയ, സെക്കൻഡ് വൺ പറഞ്ഞു. സോറി, ഫസ്റ്റ് വൺ. ഇതിലെ ഫസ്റ്റ് വൺ, ഇന്നലത്തെ സെക്കൻഡ് വൺ. Hex 2I.
ഹെക്സ് 2 2 YNE. ശരിയാണോ അത്? നോക്കിയോ 6 കാർബൺ ആയിരുന്നു. സോ 1 2 3 4 5 6 6 കാർബൺ ആയിരുന്നു. 1 2 6. അതിൽ നമ്മൾ നമ്പർ ചെയ്യുവാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വരും. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ തേർഡ് പൊസിഷനിലാണ്. തേർഡ് 3ഉം 4ഉം ആയിരുന്നു. അതിൽ ലോവസ്റ്റ് നമ്പർ 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഹെക്സ് എന്ന് എഴുതും. 6 കാർബൺ ആറ്റം വേർഡ് റൂട്ട്. ദെൻ 2 സെക്കൻഡ് പൊസിഷനിൽ YNE ട്രിപ്പിൾ ബോണ്ട്. ഇത് കിട്ടിയോ? ഇതിന്റെ പേര് കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? എനിവൺ? അബിയ ട്രൈ ചെയ്യൊന്ന് നോക്കട്ടെ. ഇത് വരില്ല കേട്ടോ, ഈ മോഡൽ വന്നിട്ടില്ല. പറഞ്ഞോ. ഹെക്സ് 2 3 in ഹെക്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരെണ്ണോ? hyphen 2 3 ഹൈഫൻ 2 3 in ഹൈഫൻ ENE. വേറെ ഏതെങ്കിലും ആൻസർ ആരെങ്കിലും കിട്ടിയോ? വേറെ മോഡൽ ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? വേറെ മോഡൽ ആർക്കെങ്കിലും? hex 2 in ഹെക്സ് 2E. ഹെക്സ് 2E കറക്റ്റ് അല്ല. ഫസ്റ്റ് അബിയ പറഞ്ഞത് നോക്കി. അബിയ പറഞ്ഞത് ഒരു കറക്റ്റ് ആണ്, പക്ഷെ ഒരു പോയിന്റ് മിസ്സിംഗ് ആണ്. ഒറ്റ പോയിന്റ് മിസ്സിംഗ് ആണ്. ആ പോയിന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. രണ്ട് സെയിം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടൈം യൂസ് ചെയ്യും? രണ്ട് സെയിം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാണ് ഡൈ യൂസ് ചെയ്യും. രണ്ട് സെയിം ആയിട്ടുള്ള ബ്രാഞ്ച് നമ്മൾ ഇന്നലെ പഠിച്ചത്. രണ്ട് സെയിം ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഡൈ യൂസ് ചെയ്യും. ഇവിടെ രണ്ട് സെയിം ഡബിൾ ബോണ്ട് വന്നേക്കുന്നത്. രണ്ട് ഡബിൾ ബോണ്ടാണ്. അപ്പൊ ആ ഡൈ എവിടെ യൂസ് ചെയ്യണം? പറയാൻ പറ്റോ? ആ ഡൈ എവിടെ യൂസ് ചെയ്യണം? നമ്മൾ ഇതിനു മുമ്പത്തെ ക്വസ്റ്റ്യൻസിൽ എവിടെ യൂസ് ചെയ്തത്? അത് ബ്രാഞ്ചിന് മുമ്പായിരുന്നു. ഇവിടെ അപ്പൊ എവിടെ യൂസ് ചെയ്യണം? ഇവിടെ ഡബിൾ ബോണ്ടിനെ കാണിക്കുന്ന പേര് ഏതാ ഇവിടെ ഈ പേരില്? സഫിക്സിന് മുമ്പ് എഴുതണം കേട്ടോ. സഫിക്സ് എന്ന് പറയുന്നത് ENE ആണ്. ENEക്ക് തൊട്ട് മുമ്പ് എഴുതണം. ENEക്ക് തൊട്ട് മുമ്പ് ഡൈന്ന് എഴുതണം. സോ ആൻസർ വന്നത് ഹെക്സ് 2 3 ഹൈഫൺ ഡൈ E. ഇതാണ് ആൻസർ കേട്ടോ. ഒറ്റ റൂൾ പഠിച്ച് നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം. മിക്ക റൂളും അങ്ങനെയാണ്. ഇതില് കമ്പാറ്റബിൾ ആണ്, എല്ലാവർക്കും കമ്പാറ്റബിൾ ആണ്. നെയിം ചെയ്യാൻ പോണ എല്ലാവർക്കും ഓക്കെ ആണോ? ഇത് അധികം ഫോക്കസ് കൊടുക്കേണ്ട. ഇതിന് രണ്ട് ഡബിൾ ബോണ്ട് ഉള്ള കേസൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പോലും പറഞ്ഞിട്ടില്ല. സോ അത് ചോദിക്കാൻ ഒട്ടും ചാൻസ് ഇല്ല. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യിക്കുന്നുള്ളൂ. ഇനിയിപ്പോ എല്ലാം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് വന്നാൽ വന്നു രണ്ട് ഡബിൾ ബോണ്ടൊക്കെ. ഓക്കെ ആണോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. നമ്പർ 107. പേജ് നമ്പർ 107 അല്ലേ? 107. 106 വരെ ചെയ്തില്ലായിരുന്നു നമ്മള്? ചെയ്ത് നിർത്തിയേക്കുമല്ലായിരുന്നു 106. സോ 107 ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽക്കീൻ ആൽക്കൈൻ തമ്മിൽ ക്ലാസിഫൈ ചെയ്യും. ഡിഫറെന്റ് കോമ്പൗണ്ട്സ് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ക്ലാസിഫൈ ചെയ്തൊന്ന്. സിമ്പിൾ ആണ്, പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാതെ. അവരുടെ ജനറൽ ഫോമിൽ വെച്ച് കമ്പയർ ചെയ്താൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ സ്ഥലമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ചെയ്തിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ട് ഇനി കാര്യമില്ല കേട്ടോ. ആൻസർ കണ്ടുല്ലോ. ക്ലാസിഫൈ ചെയ്യാൻ സിമ്പിൾ ആണ്. എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കണം.
കാർബൺ ട്വൈസ് എമൗണ്ട് എടുക്കണം. സെയിം ട്വൈസ് എമൗണ്ടും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എമൗണ്ടും സെയിം ആണെങ്കിൽ അത് ഡബിൾ ബോണ്ട് ആൽക്കീൻ ആണ്. ഇനി 2 മോർ ആണെങ്കിൽ ഹൈഡ്രജൻ 2 കൂടുതലാണെങ്കിൽ ആൽക്കെയിൻ ആയിരിക്കും സിംഗിൾ ബോണ്ട്. രണ്ട് ഹൈഡ്രജൻ കുറവാണെങ്കിൽ ആൽക്കൈൻ ആയിരിക്കും ട്രിപ്പിൾ ബോണ്ട്. ആൽക്കീൻ 1 by 1 നോക്കാം. C5 വെച്ചിട്ട് ഫാത്തിമ TN C5 വെച്ചിട്ട് ഏത് കോമ്പൗണ്ട്, ഏത് ഹൈഡ്രോ കാർബൺ? ആൽക്കീൻ. C5 വെച്ചിട്ട് ആൽക്കീൻ ആണ്. ആൽക്കീൻ C5 വെച്ചിട്ട്. നെക്സ്റ്റ് വൺ C6 വെച്ചിട്ട്. ജീലാനി ആൽക്കൈൻ. C6 വെച്ചിട്ട് അത് AN ആണോ EN ആണോ YN ആണോ? അങ്ങനെ പറഞ്ഞു. YN. C6 വെച്ചിട്ട് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അടുത്ത C2H2. ഫാത്തിമ PA C2H2. സാർ C2H4 അല്ലേ? സോറി C2H4. ENE C2H. Next one C5H12. Swaliha. C5H12. AN ആണോ EN ആണോ? YN ആണോ? ENE. C5H12. കിട്ടിയോ? C5 C6H12 എന്നാ. ഇന്ന ടെക്സ്റ്റ് ബുക്കിലെ കുഴപ്പമാണോ? ഒരു മിനിറ്റ് കേട്ടോ. അതിനു മുമ്പ് C5H12 ഉണ്ടല്ലോ. അതിനു മുമ്പ് ഇല്ലേ? നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ലേ? ഉണ്ടല്ലോ. ആൽക്കൈൻ C5H12. മറ്റേതിന്റെ പറഞ്ഞ സ്ഥിതിക്ക് C6H12 ആൽക്കീലാണ്. സാബിത്ത് നെക്സ്റ്റ് വൺ പറഞ്ഞേ. C7H12. മുഹമ്മദ് സാബിത്ത്. C7H12 ആൽക്കൈൻ. AN ആണോ EN ആണോ YN ആണോ? C7H12. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. സഫിക്സ് പറഞ്ഞാൽ മതി ചോദിച്ചു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ എല്ലാം സെയിം പോലെ നിങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് എംഫസൈസ് ചെയ്ത് പറയണം. ആൽക്കേൻ, ആൽക്കീൻ, ആൽക്കൈൻ അങ്ങനെ പറയോ? അങ്ങനെ പറയില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ C10H22. സാറാ C10H22. ANE. C10H22. Next one C4H10. Eldos. ANE. C4H10. Next one C4H8. Anita. C4H8. ENE. C4H8. Then last one C4H6. Abia. C4H6. YNE. C4H6. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഒന്നും അധികം വരില്ല കേട്ടോ. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എപ്പോഴും പാടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കണം. അപ്പൊ പിന്നെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വന്ന് സന്തോഷമാകുമല്ലോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചിട്ട് പാടുള്ള ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞാൽ സങ്കടം. അപ്പൊ എപ്പോഴും കുറച്ച് പാടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചത്.
എഴുതാൻ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കും. അത് എല്ലാ ക്വസ്റ്റ്യനിലും അങ്ങനെയാണ് കേട്ടോ. എല്ലാ എക്സാമിന് പോകുമ്പോഴും കുറച്ച് പാടായിരിക്കും എന്നുള്ള ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. പാടായി കഴിഞ്ഞാൽ പാടായിരിക്കും, എളുപ്പമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമല്ലേ, സന്തോഷമെങ്കിലും കിട്ടും. ഇനി എളുപ്പമായിരിക്കുന്നു പോയിട്ട് പാടായി കഴിഞ്ഞാൽ സങ്കടമല്ലേ ഉണ്ടാവുള്ളൂ. എപ്പോഴും കുറച്ച് നമ്മൾ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ്, അങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഇതായിരിക്കും, വിജിലന്റ് ആയിരിക്കും. പാടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഒന്നും പഠിക്കാണ്ട് പാടായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിരുന്നു കഴിഞ്ഞാൽ പറ്റില്ല. പ്രിപ്പയർ ചെയ്തിട്ട് പാടുള്ള ക്വസ്റ്റ്യൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യണം, ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊണ്ട് പ്രിപ്പയർ ചെയ്യണം. എല്ലാ എക്സാമിനും അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ചെയ്താലാണ് വിജയിക്കുള്ളൂ. എപ്പോഴും എല്ലാ സമയത്തും എളുപ്പമായിരിക്കണം എന്നില്ല എല്ലാ കാര്യങ്ങളും. ഇടയ്ക്കൊക്കെ പാടുണ്ടാവും, നമ്മൾ എപ്പോഴും അതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കും. സോ അടുത്തോട്ട്, can you write the structural formula of the compound C2H4? ചുമ്മാ നീട്ടി പോക്കോ. Write the structural formula of C2H4. C2H4 കേട്ടോ, C2H4. C2H4 C2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മെത്തേഡ് ആലോചിക്കണം കേട്ടോ. ആദ്യം കാർബണാറ്റം എഴുതണം, 2 കാർബണാറ്റം എഴുതണം. H4 ഏത് ബോണ്ട് H4 എന്ന് പറയുമ്പോ C2H4 എന്ന് പറയുമ്പോ EN ആണ് വന്നത്. സോ 2 കാർബണാറ്റം ഉള്ളൂ, അതിന് മിഡിൽ അപ്പൊ ഡബിൾ ബോണ്ട് വരും. ഡബിൾ ബോണ്ട് then 4 carbon atoms. Replace the ANE in the IUPAC name of the alkane with the ENE. ഇങ്ങനെയാണ് നെയിം ചെയ്യണം. നമ്മൾ അതൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. The IUPAC name of C2H4 is ethene. Ethene പല രീതിക്ക് പറയാറുണ്ട് കേട്ടോ. One of the structural formula of the hydrocarbon C2H4 is C4H8 is given below. C4H8 ന്റെ ഒരു സ്ട്രക്ചറൽ ഫോർമുല താഴെ തന്നിട്ടുണ്ട്. Notice the position number given to the carbon atom. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും നമ്പർ ചെയ്യും. മെത്തേഡ് 1 മെത്തേഡ് 2 താഴെ ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. While numbering the carbon atom during IUPAC naming, the carbon atom linked by double bond should be given the lowest position. ഡബിൾ ബോണ്ടിൽ ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. ഇത് പഠിക്കണ്ട കേട്ടോ, മനസ്സിലാക്കിയാൽ മതി. ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിച്ചാൽ മതി. എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ബോക്സിലുള്ള കാര്യം എഴുതാൻ പറ്റും. Accordingly, it is the method 1 that the lowest position number are given to the double bonded carbon. Method 1 lowest number കിട്ടുന്നത് double bond. What will be the IUPAC name of the compound? CH2 double bond CH single bond CH2 CH3. But1 ഇന്നോട് പറഞ്ഞിട്ടുണ്ട്, but1 ഇന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. If so, what will be the structural formula of but2ene? താഴെ ഇരിക്കും but2ene ന്റെ structural formula. but2ene, but 4 carbon atoms, but root 4 carbon atom ആണ്. ആദ്യം 4 carbon atom എഴുതണം. 2ene സെക്കൻഡ് carbon atomത്തിന്റെ പൊസിഷനിൽ ഈൻ വന്നിട്ടുണ്ട്, ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. 4 carbon atom വരും, സെക്കൻഡിന്റെയും തേർഡിന്റെയും മിഡില് ഡബിൾ ബോണ്ട് വരും. സെക്കൻഡ് ആൻഡ് തേർഡ്. ഫസ്റ്റിലും സെക്കൻഡിലും കൊണ്ടേ വരച്ചു നോക്കരുത് കേട്ടോ. ഫസ്റ്റിലും സെക്കൻഡിലും കൊണ്ടേ വരച്ചു വെച്ച് തെറ്റിപ്പോയി. ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയേക്കണം അത് തന്നെയായി പോകും. അതിന്റെ പേര് but1ene എന്നാണ്. ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങൾ 1ന്റെയും 2ന്റെയും മിഡിൽ വരച്ചു നോക്കും. While naming the alkene, the position of the double bond is also considered. Position consider ചെയ്യുക. Word root plus position of double bond plus suffix. Which is the IUPAC name of the compound? CH3, CH2, CH, double bond CH, CH3. Pick the correct one. Pent3ene ആണോ pent2ene ആണോ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? കൈ കൊണ്ടാണ് ചെയ്യും. സെക്കൻഡ് വൺ ആണ് കേട്ടോ. ഡബിൾ ബോണ്ട് വന്നേക്കണത് നിങ്ങൾ 2 സൈഡിൽ നമ്പർ ചെയ്ത് നോക്കിക്കോ. എക്സ്ട്രാ സമയമൊന്നും പോകുന്നില്ലല്ലോ, പെട്ടെന്ന് നമ്പർ ചെയ്യാം. നിങ്ങൾ മനസ്സിലെ നമ്പർ ചെയ്താലും മതി, പേപ്പറിൽ എഴുതണമെന്നില്ല. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 3ലും 4ലും വരും അല്ലെ. നമ്മൾ എഴുതേണ്ട ആവശ്യം കൂടി ഇല്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ 3ലും 4ലും വരും, റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 2ലും 3ലും വരും.
3ഉം 4ഉം 2ഉം 3ഉം വന്നു. 4 നമ്പേഴ്സ് വന്നു. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2 ആണ്. 2 ആണ് ആ പൊസിഷൻ ആയിട്ട് വരുന്നത്. ആൻസറിൽ 5 കാർബൺ ആറ്റംസ് പെൻഡിന് എഴുതണം. 2 ഡബിൾ ബോണ്ട് ആണ് EN. ഹൈഫൺ ഇടാൻ മറന്നു പറഞ്ഞു കേട്ടോ. രണ്ടിനും നമ്പർ വന്നതുകൊണ്ടാണ് രണ്ട് സൈഡിലും ഹൈഫൺ ഇട്ടത്. Can't you name alkyne too in the same way? Alkynes നമുക്ക് അങ്ങനെ നെയിം ചെയ്യാം. ട്രിപ്പിൾ ബോണ്ട്. Add suffix YNE. Alk plus YNE gives alkyne. Single CH, triple bond CH. Alkyne, ethyne, word root plus hosting of triple bond plus suffix. Then താഴെ വേറെ കോമ്പൗണ്ട് എക്സാമ്പിൾ വന്നിട്ട് CH3, single bond C, triple bond C, CH3. Butadiene. How many carbon atoms? How many hydrocarbons can be written by changing the position of triple bond in this compound? തൊട്ട് മുകളിൽ ഏതെങ്കിലും കോമ്പൗണ്ടിന്റെ പൊസിഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലത്തെ എത്ര കോമ്പൗണ്ട് എഴുതാണ്? എഴുതി നോക്കാമോ? ഇപ്പൊ 2ലും 3ലും മിഡിലാണ്. നമുക്ക് എവിടേക്ക് ഇടാം ട്രിപ്പിൾ ബോണ്ട്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പൊസിഷൻ ഓഫ് ഡബിൾ ബോണ്ട് മാറ്റാമോ എന്ന് ചോദിച്ചേക്കുന്നത്. ഇതുപോലത്തെ എത്ര എഴുതാന്ന് മാറ്റി മാറ്റി. എന്നിട്ട് അവരുടെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ എത്ര എഴുതാം? നിങ്ങളൊന്ന് കൈകൊണ്ട് കാണിച്ചേ. ഇത് കൂടാണ്ട് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ കൂടാണ്ട് ഇതുപോലത്തെ എത്ര എഴുതാം? ഒരെണ്ണാട്ടേ പറ്റുള്ളൂ. ഒരെണ്ണാണ് പറ്റുള്ളൂ. രണ്ടെണ്ണം എഴുതാം, പക്ഷെ രണ്ടും സെയിം ആണ്. അല്ലേ? നോക്കിക്കോന്ന്. നിങ്ങൾക്ക് 2 കോമ്പൗണ്ട് എഴുതാം, പക്ഷെ 2 കോമ്പൗണ്ടും സെയിം ആയിരിക്കും. എന്തുകൊണ്ടാ നോക്കി? CH3 CH ഇല്ലാട്ടോ, C ഉള്ളു. CH3. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ. ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന എന്റെ പേര് ബ്യൂട്ട് 4 കാർബൺ ആറ്റം, സെക്കൻഡ് പൊസിഷനിൽ But2I. ഇനി നിങ്ങൾക്ക് ട്രിപ്പിൾ ബോണ്ട് നിങ്ങൾക്ക് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ട്രിപ്പിൾ ബോണ്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നിടാം. ഇവിടെയാണ് ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഇവിടെ ഇട്ടു. CH2 CH3 ഇതുണ്ട്. CH3 CH2 CH ഇല്ല, C ഉള്ളൂ. C ട്രിപ്പിൾ ബോണ്ട് CH ഉണ്ടോ? ഇത് രണ്ടും. ഇത് 3 കോമ്പൗണ്ട് നിങ്ങൾക്ക് എഴുതാം, പക്ഷെ ഈ 2 കോമ്പൗണ്ടും എന്താണ്? സെയിം അല്ലേ? പലതവണ നമ്മൾ കണ്ടതാണ്. ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നിന്ന് നോക്കുന്ന രീതിയിലാണ്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് നോക്കുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് ഉള്ളത്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിരിക്കും കാണുന്നത്, മറ്റേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ റൈറ്റ് സൈഡിലായിരിക്കും കാണുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ സിമെട്രിക് എന്നുള്ള ഐഡിയ ഓർത്തിരുന്നാൽ മതി. സെന്ററിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സെയിം ആയിരിക്കും. ഈ ഇത്രയും സെയിം ആണ്. ഇനി ഇവിടെ ഇത്രയും പൊസിഷനും സെയിം ആണ്. സെയിം കോമ്പൗണ്ട് എന്നുള്ള മീനിങ് ആണ്. രണ്ടിന്റെ പേര് സെയിം വരുള്ളൂ. പേരെന്താ വരുന്നത്? ബ്യൂട്ട് 1 1I. അങ്ങനെ നെയിമിങ്ങില് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിങ് കഴിഞ്ഞു. നമ്മൾ ബ്രാഞ്ചസ് ആയിട്ട് കണ്ടത് ഇത്ര നമ്മൾ പഠിച്ചതിൽ ബ്രാഞ്ചസ് ആയിട്ട് വന്നതെല്ലാം ആൽക്കൈൽ റാഡിക്കൽസ് ആണ്. ആൽക്കൈൽ റാഡിക്കൽസ് പേരൊന്ന് മനസ്സിലിരുന്നോട്ടെ. ആൽക്കൈൽ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ CH3 CH2 CH3. ഈ 2 ആൾക്കാരാണ് നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് വന്നത്. ഈ ബ്രാഞ്ചസ് ആയിട്ട് വേറെ കുറെ ആൾക്കാർ വരും. അതിനെ നമ്മൾ പറയുന്നത് ബ്രാഞ്ചസ് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇനി നമ്മൾ അതാ അടുത്ത് പഠിക്കാൻ പോകുന്നത്, ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. അതിനു മുമ്പ് ചെറിയൊരു ടോപ്പിക് ഉണ്ട്, അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. അത് ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണിന് പകരം എന്ത് ചെയിൻ വരും? ക്ലോസ്ഡ് ചെയിൻ വരും. ഇത്ര നമ്മൾ പഠിച്ച ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആണ്. ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ ഓപ്പൺ ആണ്. 2 സൈഡും ഫ്രീ ആണ്. 2 സൈഡിലും കാർബൺ ആറ്റം ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. നമ്മുടെ ഡെഫിനേഷനിലൊക്കെ പലതവണ കണ്ടു. ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ഹാവിംഗ് സിംഗിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കെയ്ൻസ്. ഓപ്പൺ ചെയിൻ. പക്ഷെ ഇതിങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോസ്ഡ് ചെയിനാണ്. 2 എൻഡിലുള്ള കാർബൺ ആറ്റംസ് തമ്മിൽ ജോയിൻ ചെയ്യും.
അപ്പൊ അതൊരു ക്ലോസ്ഡ് ചെയിൻ ആണ്. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞത് ഒരു കാർബണിനകത്ത് ഈ കോമ്പൗണ്ടിന് ക്ലോസ്ഡ് ചെയിൻ ഉണ്ടോ? CH4 ക്ലോസ്ഡ് ചെയിൻ ഉണ്ടോ? ക്ലോസ്ഡ് ചെയിൻ ഉണ്ടോ? CH4 നമുക്ക് റൗണ്ട് ആക്കാൻ പറ്റോ? ഒറ്റ കാർബണേറ്റിലുള്ളൂ. ഇതിൽ ചെയ്യാൻ പറ്റോ? ആക്ഷനെങ്കിലും കാണിക്കേ. വായ കൊണ്ട് പറഞ്ഞു ഇങ്ങനെയെങ്കിലും കാണിക്കുക. തലയും കാട്ടുമെങ്കിലും ചെയ്യും. എന്നാലും അറിയാൻ പറ്റൂല. CH3 ഇതിനുണ്ടോ ക്ലോസ്ഡ് ചെയിൻ? ഇല്ല. ക്ലോസ്ഡ് ചെയിൻ വന്നത് മൂന്നാമത്തെ കാർബണാറ്റം മുതലാണ്. CH3 CH2 CH3. ഇതിനുണ്ടോ ക്ലോസ്ഡ് ചെയിൻ? അല്ലേ, നമുക്ക് ക്ലോസ്ഡ് ചെയിൻ കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? അപ്പൊ ചിലർ ചോദിക്കും ഇങ്ങനെ കൊണ്ടുപോയി ഡബിൾ ബോണ്ട് കൊടുക്കാം, ഇങ്ങനെ കൊണ്ടുപോയി ബോണ്ട് കൊടുക്കാൻ പാടില്ലെന്ന് ചോദിക്കും. അങ്ങനെ ബോണ്ട് ഇല്ല കേട്ടോ. രണ്ടാമത്തെ കാർബണാറ്റത്തിന് രണ്ട് കാർബണാറ്റുള്ള കോമ്പൗണ്ടിൽ ഇങ്ങനെ ബോണ്ട് ഇല്ല. ക്ലോസ്ഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 കാർബണാറ്റം മുതലാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ മതി. മാത്തമാറ്റിക്സിൽ ട്രയാങ്കിൾ മുതലുള്ള മൂന്ന് കാർബൺ മുതലുള്ള കോമ്പൗണ്ട്സിനാണ് ക്ലോസ്ഡ് ചെയിൻ വരുന്നത്. ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, പെന്റഗൺ, ഹെക്സഗൺ, ആ ഷേപ്പുകളാണ് ക്ലോസ്ഡ് ചെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം. 3 കാർബണാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ട്രയാങ്കിൾ ഷേപ്പിൽ എഴുതാം. 3 കാർബണാറ്റം. 3 കാർബണാറ്റം തമ്മിൽ ഞാൻ സിംഗിൾ ബോണ്ട് ഇട്ടു. ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കിയാലോ. ടോപ്പിലുള്ള കാർബണാറ്റം ഇതിൽ ഇനി എത്ര ഹൈഡ്രജൻ വേണം? അങ്ങോട്ട് കാണിച്ചേ. ടോപ്പിലുള്ള ഹൈഡ്രജൻ രണ്ടെണ്ണം കൂടി വേണം അല്ലെ? ഓൾറെഡി ഇപ്പൊ 2 ബോണ്ട് ഉണ്ട്, കണ്ടോ? ഇതൊരു ബോണ്ടാണ്, ഇതൊരു ബോണ്ടാണ്. 2 ബോണ്ട് ഉണ്ട്. ഇനി 2 ബോണ്ട് കൂടി വേണം, എന്നാലേ 4 ആവും. CH2. ഈ ലെഫ്റ്റ് സൈഡിലുള്ള കോമ്പൗണ്ടിനോ, ഈ കോമ്പൗണ്ടിനോ എത്ര വേണം? അതിനും എത്ര വേണം? 2 വേണം. യെസ്, അതിനും 2 വേണം. CH2. റൈറ്റ് സൈഡിലുള്ള കോമ്പൗണ്ടിന് താഴെ അതിന് എത്ര വേണം? അതിനും 2 വേണം കേട്ടോ. അതിനും 2 വേണം. നമ്മൾ കോമ്പൗണ്ട് ഇതായി. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ന് പറഞ്ഞേ. പ്രൊപ്പൈൻ. PROPANE. പ്രൊപ്പൈൻ എന്നാണ്. ഇതിന്റെ പേരെന്താ വന്നതെന്ന് അറിയോ? ഒറ്റ വ്യത്യാസമുള്ളൂ. നമ്മൾ ഈ പ്രൊപ്പൈന്റെ ഫ്രണ്ടിൽ സൈക്ലോ എന്ന് ചേർക്കും. സൈക്ലോ. ഇപ്പൊ കോമ്പൗണ്ടിന്റെ പേര് വന്നു സൈക്ലോ പ്രൊപ്പൈൻ. ക്ലോസ്ഡ് ചെയിൻ ആയതുകൊണ്ട് സൈക്ലോ എന്നുള്ള ടൈം യൂസ് ചെയ്യും. ഇപ്പൊ എഴുതണ്ട കേട്ടോ, അതിപ്പോ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇനിയിപ്പോ നോട്ട്ബുക്കിലോട്ട് എഴുതണമെന്നില്ല. അത് സൈക്ലോ ക്ലോസ്ഡ് ചെയിൻ ആയതുകൊണ്ട് സൈക്ലോ. 3 കാർബണേറ്റ് ആയതുകൊണ്ട് പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ നെയിം ചെയ്യണത്. ANE. ഓക്കെ, വേറൊരു കേസ് നോക്കാം. ഞാൻ ഈ കോമ്പൗണ്ടിൽ ഞാനൊരു ഡബിൾ ബോണ്ട് ഇട്ടു. ഇനി പെട്ടെന്ന് ബാലൻസ് ചെയ്തേ. ടോപ്പിലുള്ള കാർബണേറ്റ് എത്ര വേണം? പെട്ടെന്ന് കാണിച്ചു വായിക്കൊണ്ട്. 2 കാർബണേറ്റ്. താഴെ ലെഫ്റ്റ് സൈഡിലുള്ള കാർബണേറ്റ് എത്ര വേണം? ഒരെണ്ണം. താഴെ റൈറ്റ് സൈഡിലുള്ള കാർബൺ എത്ര വേണം? ഒരെണ്ണം. ഇതിന്റെ പേര് എന്ത് വരുമായിരിക്കും? ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ത് വരുമായിരിക്കും? ക്ലോസ്ഡ് ആയതുകൊണ്ട് ഫസ്റ്റ് എന്ത് എഴുതും? സൈക്ലോ എന്ന് എഴുതും. ഇനി എത്ര കാർബണാറ്റം ഉണ്ട്? 3 കാർബണാറ്റം ഉണ്ട്. അപ്പൊ പ്രൊപ്പ് എന്ന് എഴുതി. ഏത് ബോണ്ട് എവിടെ ഉള്ളത്? ഡബിൾ ബോണ്ട്. അപ്പൊ എന്ത് സഫിക്സ് കൊടുക്കണം? ENE. എന്തായി പേര്? സൈക്ലോപ്രൊപ്പീൻ. കഴിഞ്ഞു. ഓക്കെ അല്ലേ? സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി നമുക്ക് 4 കാർബണാറ്റുള്ള കോമ്പൗണ്ട് നോക്കാം. ഈ ഒരു കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിൽ ഒന്ന് ബാലൻസ് ചെയ്ത് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലുള്ള കാർബണാറ്റ് എത്ര വേണം? എത്ര ഹൈഡ്രജൻ വേണം? 2. എല്ലാത്തിലും സെയിം അല്ലേ? ഇനിയിപ്പോ എല്ലാം ചോദിക്കണോ? എല്ലാ കാർബണിലും സെയിം അല്ലേ വരുള്ളൂ?
ഇൻഡിവിജ്വൽ എടുത്ത് നോക്കിക്കോ. ലെഫ്റ്റ് ടോപ്പിലെ റൈറ്റ് സൈഡ് 2 ബോണ്ട് ഉണ്ട്. 2 ബോണ്ട് കിട്ടി വേണം. 2 bonds. ഈ കോമ്പൗണ്ടിന്റെ പേര് എന്ത് വരും? സൈക്ലോബ്യൂട്ടൈൻ. സൈക്ലോ ക്ലോസ്ഡ് ആയതുകൊണ്ട് 4 കാർബൺ ആയിട്ടുള്ളതുകൊണ്ട് ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. ഇനി ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ കോമ്പൗണ്ടിന്റെ പേര് എന്തായി? ഹൈഡ്രജൻ കുറയൂട്ടോ. അപ്പം കോമ്പൗണ്ടിന്റെ പേര് എന്തായി? സൈക്ലോബ്യൂട്ടീൻ. ENE. ഇത്ര ഉള്ളോട്ട് വ്യത്യാസം. സിമ്പിൾ അല്ലേ? ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോ പഠിച്ചത് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട് ആണ്. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സിൽ 2 ഡിവിഷൻ ഉണ്ട്. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ്. നമ്മൾ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിൽ പല ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ഓർമ്മയില്ല? ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്, സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ്. സിമിലർലി നമ്മുടെ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സിനെ റിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയും. റിംഗ് കോമ്പൗണ്ട്സ്. ഇവരില് 2 ഡിവിഷൻസ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സിൽ 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് പേര് മാത്രം പഠിക്കാനുള്ളൂ നമുക്ക്. ഒന്ന് ആലിസൈക്ലിക് കോമ്പൗണ്ട്. സെക്കൻഡ് വൺ അരോമാറ്റിക് കോമ്പൗണ്ട്. അലൈന ഡൗട്ട് ആണോ? സർ എന്താണ് സൈക്ലോപെന്റെയിൻ എങ്ങനെയാ വരയ്ക്കുക? സൈക്ലോപെന്റെയിൻ സൈക്ലോപെന്റെയിനിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. സോ 5 കാർബൺ ആറ്റംസ് വരയ്ക്കണം. ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ. നമ്മൾ ഷേപ്പ് നമ്മുടെ എളുപ്പത്തിന് വരയ്ക്കുന്നതാണ്. പെന്റഗന്റെ ഷേപ്പിൽ വരയ്ക്കുന്നതാണ് സൈക്ലോപെന്റെയിൻ. ENE ആണെങ്കിൽ ഒരു ഡബിൾ ബോണ്ട് വരുള്ളൂ. വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇവിടെ H, ഇവിടെ H2, ഇവിടെ H2, ഇവിടെ H2. ഇതിലും പൊസിഷൻ നമ്പർ കൊടുക്കാറുണ്ട്. പക്ഷെ നമുക്കത് പഠിക്കണ്ട ഇപ്പൊ. അത്ര കോംപ്ലക്സിലായിട്ട് പോകണ്ട. C5H10 എന്നുള്ള ഫോർമുലയിൽ എഴുതുമ്പോൾ എങ്ങനെയാ വരാ? C5H10 അത് ലാറ്റിസിൽ ഒരു പ്രോബ്ലം ഉണ്ട് ഇല്ലേ? നമുക്ക് ചെയ്യാതെ അത് പഠിക്കുമ്പോൾ ചെയ്ത പോലെ. ചിലപ്പോ വേണമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാം, നമുക്ക് സമയം ഉണ്ടെങ്കിൽ. ഇതൊന്ന് പറഞ്ഞിരുന്നോട്ടെ. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് ഓർ റിംഗ് കോമ്പൗണ്ട്സ്. റിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയാറുണ്ട്. റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്ലോസ്ഡ് കോമ്പൗണ്ട് ആണല്ലോ. ക്ലോസ്ഡ് ഷേപ്പ് അല്ല റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിംഗ് കോമ്പൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്സ് ഉണ്ട്. പേര് മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. ഒന്ന് ആലിസൈക്ലിക് കോമ്പൗണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട്. പറഞ്ഞു നോക്കിക്കൊന്ന്. ആലിസൈക്ലിക് കോമ്പൗണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട്. ആലിസൈക്ലിക് കോമ്പൗണ്ട് ആണ് നമ്മൾ ഇപ്പൊ പഠിച്ച കോമ്പൗണ്ട്സ്. ഇപ്പൊ നമ്മൾ കണ്ട കോമ്പൗണ്ട്സ്, മുകളിൽ കണ്ട കോമ്പൗണ്ട്സ്. സൈക്ലോപ്രോപ്പീൻ, സൈക്ലോബ്യൂട്ടൈൻ, സൈക്ലോപെന്റീൻ ഇവരെല്ലാം ആലിസൈക്ലിക്കിൽ വന്നതാണ്. ഇനി അരോമാറ്റിക്കിൽ വന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ്. ഒറ്റ ടൈപ്പ് മാത്രമേ അരോമാറ്റിക്കിൽ വന്നുള്ളൂ. ആ ഒറ്റ ടൈപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിഗർ ഇങ്ങനെയാണ്. അവരിൽ എപ്പോഴും 6 കാർബൺ ആറ്റം ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലായിട്ടൊന്ന് നോക്കി. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഒറ്റ ഷേപ്പാണ്. ആ ഷേപ്പ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. 6 കാർബൺ ആറ്റുള്ള കോമ്പൗണ്ടാണ്. ഈ കോമ്പൗണ്ടിന് നമ്മളൊരു പേര് വിളിക്കും. കോമ്പൗണ്ടിന്റെ ഷേപ്പ്, ഈ ഷേപ്പ് ഒന്ന് പഠിക്കണം കേട്ടോ. ഞാൻ ഒന്ന് വരച്ച് കാണിച്ചത്. ആദ്യം മുതൽ വരച്ച് കാണിച്ചത്. ആദ്യം 6 കാർബൺ ആറ്റം എഴുതണം. 6 കാർബൺ ആറ്റം ഈ ഷേപ്പിൽ എഴുതണം കേട്ടോ. ഒരു ഹെക്സൈന്റെ ഷേപ്പിൽ എഴുതണം. ഹെക്സഗന്റെ ഷേപ്പിൽ എഴുതണം. ഹെക്സഗന്റെ ഷേപ്പിൽ 6 കാർബൺ ആറ്റം. ടോപ്പിൽ 3 താഴെ 3 ഈ ഷേപ്പിൽ, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പിൽ. ഇനി എല്ലാത്തിലും ആദ്യം സിംഗിൾ ബോണ്ട് ഇടണം. ഷേപ്പ് വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. അത് സിംഗിൾ ബോണ്ട് ഇട്ടു. ഇനി ഒരു ഡബിൾ ബോണ്ട് ഇടണം. ഏതെങ്കിലും കാർബൺ ആറ്റത്തിന് മുന്നിൽ ഡബിൾ ബോണ്ട് ഇടണം. അത് കഴിഞ്ഞിട്ട് 2 ബോണ്ട് അപ്പുറത്ത്, ഇപ്പൊ ഈ ബോണ്ട് അല്ല, 2 ബോണ്ട് അപ്പുറത്ത് ഒരു ഡബിൾ ബോണ്ട് ഇടണം. ഒരു ഡബിൾ ബോണ്ട് കൂടി ഇടണം. ഇനി ആ ബോണ്ടിന്റെ തന്നെ 2 ബോണ്ട് അപ്പുറത്ത് വേറെ ഡബിൾ ബോണ്ട് കൂടി ഇടണം. എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് ഇടണം. 6 കാർബൺ ആറ്റം വരയ്ക്കണം. ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് ഇടണം.
ഓൾട്ടർനേറ്റ് വെച്ച് മാറി മാറി. ഒരു ഡബിൾ ബോണ്ട് ഇട്ടാൽ പിന്നെ സിംഗിൾ ബോണ്ട് ആണ്, എന്നിട്ട് പിന്നെ ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, പിന്നെ ഡബിൾ ബോണ്ട്. ഇനി ബാക്കി കാർബൺസ് ഫില്ല് ചെയ്യണം, സോറി ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. അപ്പൊ ഇതിൽ എച്ച് വരും, എച്ച് വരും, എച്ച് വരും, എച്ച് വരും. ഈ കോമ്പൗണ്ടിന് ഒരു പേരുണ്ട്, ആ പേരും പഠിക്കണം, ഈ ഷേപ്പും പഠിക്കണം. കോമ്പൗണ്ടിന്റെ പേര് എന്താണെന്നറിയോ? ബെൻസീൻ. ബെൻസീൻ. ബെൻസീൻ എന്നാട്ടോ കോമ്പൗണ്ടിന്റെ പേര്, ബെൻസീൻ. ഇനി ഇതിന്റെ IUPAC നെയിം എന്താണെന്നറിയോ? പറയാൻ പറ്റുമെന്ന്? IUPAC നെയിം എങ്ങനെ എഴുതും? നമ്മളിപ്പോ പഠിച്ച രീതിക്ക് നമ്മൾ മോഡൽ എക്സാമ്പിൾ കണ്ടില്ലേ, ഇങ്ങനെ എഴുതുമായിരിക്കും. സൈക്ലോ സൈക്ലോ 6 കാർബൺ ആറ്റം, ഡബിൾ ബോണ്ട് ENE. സൈക്ലോ ഹെക്സീൻ എന്നാണ്, പക്ഷെ 3 ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ആ 3 ഡബിൾ ബോണ്ടിന്റെ പൊസിഷനും കൂടി റെപ്രസെന്റ് ചെയ്യണം. അത് നിങ്ങൾ പഠിക്കണ്ട കേട്ടോ, തൽക്കാലം അത് പഠിക്കണ്ട. അപ്പോ കോമ്പൗണ്ടിന്റെ പേര് വന്നത് 1 2 അത് വേണ്ട, നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞ എന്റെ കൺഫ്യൂഷൻ ആയി പോകും. 1 2 സൈക്ലോ ഹെക്സ് 1 2 4 ട്രൈ ഈൻ, അങ്ങനെയാണ് പേര് വരുന്നത്. തൽക്കാലം നിങ്ങൾ അത് നോക്കണ്ട കേട്ടോ, കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആയി പോകും. അതൊന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് ബെൻസീൻ, ഈ പേര് പഠിക്കണം, ഈ കോമ്പൗണ്ട് വരയ്ക്കാൻ പഠിക്കണം. അപ്പൊ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതാം, എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. നിങ്ങൾ മറന്നു പോകും. ഹെഡിങ് കൊടുത്തോ നോട്ട്ബുക്കിൽ ഹെഡിങ് കൊടുത്തോ, സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ്. ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയും, സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ്. സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ്. തൊട്ട് താഴെ തന്നെ അതിന്റെ 2 ഡിവിഷൻ എഴുതിക്കോ. അലിസൈക്ലിക് കോമ്പൗണ്ട്സ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമ എന്നുള്ള വേർഡിന്റെ മീനിങ് ആർക്കെങ്കിലും അറിയോ? അരോമ സെന്റ്. സെന്റ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ അരോമ. അരോമാറ്റിക്കിന്റെ അരോമ ഉണ്ടോ? അരോമാറ്റിക്കിന്റെ അരോമ, AROMA. സെന്റ് എന്നുള്ള മീനിങ് ആണ്. സ്മെല്ല് എന്നുള്ള മീനിങ് ആണ്. ഈ കോമ്പൗണ്ട്സിനെല്ലാം, അരോമാറ്റിക് കോമ്പൗണ്ട്സിനെല്ലാം ഒരു സ്മെല്ല് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പേരിട്ടേക്കുന്നത് കേട്ടോ. എല്ലാത്തിനും റീസൺ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ പേരിട്ടേക്കുന്നത്. ഈ പറഞ്ഞ കോമ്പൗണ്ട്സ്, ഇത് ഒറ്റ കോമ്പൗണ്ട് മാത്രമല്ല കേട്ടോ, ഈ കോമ്പൗണ്ടിന്റെ തന്നെ വെറൈറ്റീസ് ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, ജസ്റ്റ് ഒന്ന് പറയാം. ഈ ഒരു ഹൈഡ്രജനെ മാറ്റി നോക്കി നല്ല നോക്കിക്കേ. ഈ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇവിടെ കുറെ ബ്രാഞ്ചസ് വരും. ചിലപ്പോൾ CH3 ബ്രാഞ്ച് വരും. ഇനി കുറെ ബ്രാഞ്ചസ് നമ്മൾ പഠിക്കും കേട്ടോ. OH ബ്രാഞ്ച് പഠിക്കും, COOH ബ്രാഞ്ച് പഠിക്കും, NH2 പഠിക്കണില്ല, NH2 ബ്രാഞ്ച് ഉണ്ട്. ദെൻ ഇതുപോലത്തെ ക്ലോറിൻ ബ്രാഞ്ച് ഉണ്ട്, ഫ്ലോറിൻ ബ്രാഞ്ച് ഉണ്ട്, അയഡിൻ ബ്രാഞ്ച് ഉണ്ട്, ബ്രോമിൻ ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ കുറെ ബ്രാഞ്ചസ് ഉണ്ട്, ഇഷ്ടംപോലെ ബ്രാഞ്ചസ്. ഈ ബ്രാഞ്ചസ് എല്ലാം മാറി മാറി വരുമ്പോൾ പല പല കോമ്പൗണ്ട് ആവുമല്ലോ. ഈ ഫിനോൾ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫിനോള് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഫിനോയിൽ നിന്നായിരിക്കും പറയുന്നത് ചിലപ്പോ. അറിയോ? ഫിനോൾ കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല? ഒരു വൈറ്റ് കളർ ക്ലീനിങ് ഏജന്റ് ഇപ്പൊ കേട്ടിട്ടുണ്ടോ? ഒരു മണമുണ്ട്, ഒരു പ്രത്യേക ഹോസ്പിറ്റലിലെ മണമുണ്ട് അതിന്. അത് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഒരു വൈറ്റ് കളർ കോമ്പൗണ്ട് ആണ്. ചിലപ്പോ ഒരു ഒരു ബ്ലാക്ക് ടിൻറ്റുള്ള ബോട്ടിൽ വരാറ്, കറുത്ത ടിൻറ്റുള്ള ബോട്ടിൽ. അതിനൊരു ഹോസ്പിറ്റൽ സ്മെല്ലാണ്. ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ഒരു സ്മെല്ല് കിട്ടൂലേ, ആ സ്മെല്ലാണ് അതിനുള്ളത്. അരോമ, അത് അരോമയാണ്, സെന്റാണ് അതൊരു. ആ കോമ്പൗണ്ട് ഇതാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ആ കോമ്പൗണ്ട്. ഇതാണ് ആ കോമ്പൗണ്ട്. പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇത് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല. +1 വന്നു കഴിയുമ്പോൾ സിമ്പിൾ ആണ് കാര്യം, ഒന്നുമില്ല. അത് +1 പഠിക്കാനുള്ളൂ. ഫിനോൾ. ഇവിടെ നമ്മൾ എഴുതിക്കോ, ഹെഡിങ് കൊടുത്തിട്ട് സൈക്ലിക് റിംഗ് കോമ്പൗണ്ട്സിൽ ആലിസൈക്ലിക് കോമ്പൗണ്ട്സും അരോമാറ്റിക് കോമ്പൗണ്ട്സും. ആലിസൈക്ലിക്കിന്റെ താഴെ നിങ്ങൾ ഈ എക്സാമ്പിൾ എഴുതിക്ക്, 2-3 എക്സാമ്പിൾ ചെയ്ത് വെച്ച്.
ആദ്യം സൈക്ലോപ്രൊപ്പൈൻ എഴുതി. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ അത്. 2 എക്സാമ്പിൾസ്. ആലിസൈക്ലിക്കലി എക്സാമ്പിൾസും ആ പേര് കേട്ടോ, പേര് എഴുതാനും പറഞ്ഞിരിക്കാം നിങ്ങൾക്ക്. സൈക്ലോപ്രൊപ്പൈൻ, സൈക്ലോപ്രൊപ്പീൻ, സൈക്ലോപെന്റൈൻ, സൈക്ലോപെന്റീൻ. ഇനി അടുത്തത് എല്ലാ എക്സാമ്പിളും എഴുതണമെന്നില്ല കേട്ടോ, 2-3 എക്സാമ്പിൾസ് എഴുതിയാൽ മതി. നെക്സ്റ്റ് aromatic compounds. Aromatic compounds. Aromatic compounds ഫിഗർ വരച്ചോട്ടോ, ഫിഗർ വരച്ചോ. തന്നേക്ക് വരച്ചു നോക്കിയോ ഒന്ന്, തന്നേക്ക് വരച്ചു നോക്ക്. 6 കാർബൺ ആറ്റം. അരോമാറ്റിക് കോമ്പൗണ്ട് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ തന്നെ വരച്ചോട്ടോ. അത് 6 കാർബൺ ആറ്റംസ്. ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ ഡബിൾ ബോണ്ട്, മാറി മാറിയുള്ള പൊസിഷൻസ്. അത് എവിടെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ചിലവർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യും, ചിലർ റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്യും, ചിലർ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് എല്ലാം സെയിം ആവും. ഓൾട്ടർനേറ്റീവ് പൊസിഷൻ ആയാൽ മതി, ഒന്ന് ഇടവിട്ട് ഡബിൾ ബോണ്ട്. എന്നിട്ട് ബാക്കി ഹൈഡ്രജൻ ഫിൽ ചെയ്യണം. ആ പേര് എഴുതിക്കോ, ബെൻസീൻ. ബെൻസീൻ. ഇതിന്റെ മോളിക്കുലർ ഫോർമുല ഒന്ന് കണ്ടുപിടിച്ച്. മോളിക്കുലർ ഫോർമുല എന്താ? മോളിക്കുലർ ഫോർമുല 6 കാർബൺ, C6H6 കേട്ടോ. അതും പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. C6H6 പഠിക്കാനുള്ളത് ഒന്ന് ബെൻസീന്റെ സ്ട്രക്ചർ പഠിക്കണം, എങ്ങനെ വരയ്ക്കണം എന്ന് പഠിക്കണം, പേര് ബെൻസീൻ എന്നുള്ള പേര് പഠിക്കണം. പിന്നെ ആ മോളിക്കുലർ ഫോർമുല C6H6. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് വായിച്ചു നോക്കി, പെട്ടെന്ന് വായിച്ചു നോക്കി, നോക്കാനില്ല അതിൽ. സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ് പെട്ടെന്ന് എടുത്തോ. You know that carbon atoms combine together to form cyclic compounds. Cyclic or ring compounds are classified into 2: cyclic compounds, alicyclic compounds, aromatic compounds, and alicyclic hydrocarbons. Alicyclic hydrocarbons are cyclic hydrocarbons similar to chain hydrocarbons like alkane, alkene, alkane. ഓപ്പൺ ചെയിൻ പോലെ ഇരിക്കുന്നത്, ചെറിയ വ്യത്യാസമുള്ളൂ. 2 എൻഡിലുള്ള കാർബൺ ആറ്റം തമ്മിൽ ഒരു ജോയിനിങ് വരും, ഒരു വ്യത്യാസമുള്ളൂ. Alicyclic hydrocarbons. Structure of some alicyclic and their IUPAC names are given below. That examples തന്നിട്ടുണ്ട് 2-3. Next, വായിച്ചു നോക്കൂ അടുത്ത. Aromatic hydrocarbons. Aromatic hydrocarbons. Aromatic compounds are cyclic compounds having their own aroma. അതൊന്ന് മാർക്ക് ചെയ്തോട്ടോ. അവർക്ക് അവരുടേതായ സ്മെല്ലുണ്ട്. ഓരോ കോമ്പൗണ്ട്സിന് ഡിഫറെന്റ് സ്മെൽസ് ഉണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. their own aroma, അവർക്ക് അവരുടേതായ സ്മെല്ലുണ്ട് ആ കോമ്പൗണ്ട്സിന്. ഫിനോളിന് ഒരു സ്മെല്ലാണ്, ഹോസ്പിറ്റലിലെ സ്മെല്ലാണ്. അതുപോലെ വേറെ കോമ്പൗണ്ട് ഉണ്ടാവും, ആ കോമ്പൗണ്ടിന് വേറെ സ്മെല്ലായിരിക്കും. പ്ലസന്റ് സ്മെല്ലുള്ളതുണ്ട്, പഞ്ചൻ സ്മെല്ലുള്ളതുണ്ട്, അങ്ങനെ കുറെ സ്മെല്ലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ട്സ്. ബെൻസീൻ ഈസ് ആൻ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ബെൻസീൻ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആണ്, ഇൻഡസ്ട്രിയൽ യൂസ് ചെയ്യുന്നത്. അവരുടെ സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. ദെൻ താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്, റൈറ്റ് ദി മോളിക്കുലർ ഫോർമുല ഓഫ് ബെൻസീൻ. ഇവിടെ
C6H6. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിക്കേ. എന്തെങ്കിലും സംശയം ഉണ്ടോ നോക്കിക്കേ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചപ്പോ തന്നെ. ഇല്ലാന്നാ എന്റെ അർത്ഥം അല്ലെ? ഇല്ലല്ലോ, ഒന്നുമില്ല. Then let us oscillate move ചെയ്തോ. Let us oscillate എടുത്തോ. Let us assess. First question. Mark the main chain of the compounds given below. രണ്ട് compounds തന്നിട്ടുണ്ട്. Main chain മാർക്ക് ചെയ്യണം. Main chain. ഒന്ന് പറഞ്ഞേ, ആദിൽ മുഹമ്മദ്. ആദിലെ, ഫസ്റ്റ് കോമ്പൗണ്ടിലെ മെയിൻ ചെയിൻ ഏതാ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കുന്നതാണ്? CH3 സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ ബ്രാഞ്ചിലുള്ള CH3 നീ ഷേപ്പ് എന്ന് പറഞ്ഞില്ലേ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? ലെഫ്റ്റിൽ നിന്നാണോ ടോപ്പിൽ നിന്നാണോ ബോട്ടത്തിൽ നിന്നാണോ? ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകും. നോക്കണം കേട്ടോ, ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് പോകും, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ടോപ്പിലോട്ട് പോകും. അപ്പൊ എത്ര കാർബൺ ഉണ്ട് മെയിൻ ചെയിനില്? എല്ലാരും കാണിച്ചു കൈ കൊണ്ട്. 5 കാർബൺ ഉണ്ട് മെയിൻ ചെയിനില്. അതിന്റെ പേരൊന്ന് എഴുതിക്കോ അടുത്ത് തന്നെ. ഇതിന്റെ പേരെന്ത് വരും? തൊട്ട് താഴെ തന്നെ എഴുതിക്കോ. പേരെന്ത് വരും? പേരൊന്ന് പറഞ്ഞ. നിഷാന ജമാൽ. ആ കോമ്പൗണ്ടിന്റെ പേര് ആണോ? ബ്രാഞ്ചില്ലേ അപ്പോ? ഇപ്പൊ എന്ത് വരും? 2 ആണോ? പിന്നെ സംശയമാണ് എല്ലാവർക്കും. ആണോ നിഷാന? 1 നിഷാന, അതിലെ മെയിൻ ചെയിൻ ഏതാ? അതിലോ CH3 CH2 CH CH2 CH3. എത്ര കാർബൺ ഉണ്ട് അതില്? 5. മെയിൻ ചെയിനില് 5. എത്രാമത്തെ പൊസിഷനിലെ ബ്രാഞ്ച് വന്നേക്കണം? 3rd position. അപ്പൊ എന്ത് വരും പേര്? 3 methyl pentane. ഞാനിങ്ങനെ എടുത്തെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ പറയണ്ട്. ഞാൻ എക്സാമിന് കൂടെ ഉണ്ടാവില്ല കേട്ടോ, അത് പറഞ്ഞേക്കണം. എല്ലാവരും കൂടിയാ സ്വയം എഴുതാൻ പഠിക്കുന്നത്. ഞാനിങ്ങനെ ഒന്ന് നിങ്ങളുടെ ചോദിക്കില്ല, എക്സാം എഴുതുമ്പോ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാൻ പറയില്ല, ഏതാണ് ബ്രാഞ്ച്, എത്ര കാർബൺ എന്ന് കാണിക്കാൻ പറയില്ല അടുത്തുനിന്ന്. നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾ അതിന് പ്രിപ്പയർ ആയിക്കോളണം. അതിന് ഇങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ എക്സാമ്പിൾ നമ്മൾ ചെയ്താണ്, ഇഷ്ടംപോലെ എക്സാമ്പിൾ. പുറത്തുനിന്നൊക്കെ എന്തോ എക്സാമ്പിൾ നമ്മൾ എടുത്ത ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത. നെക്സ്റ്റ് വൺ, അടുത്ത കോമ്പൗണ്ട് അൽഷിഫ. അതിലെ മെയിൻ ചെയിൻ ഏതാ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കുന്നതാണ്? സൈഡ് പറഞ്ഞാൽ മതി. നേരെ പോയിട്ട് മേളിലേക്ക്. നേരെ എന്ന് പറഞ്ഞാൽ ഏത് സൈഡാ? ലെഫ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേളിലേക്ക്. മുകളിലോട്ടുള്ള കോമ്പൗണ്ട്സ്. എത്ര കാർബൺ ഉണ്ട് അതില്? 5. കോമ്പൗണ്ടിന്റെ പേരെന്ന് പറഞ്ഞാൽ ശിവ? 3-ethyl pentane. ഈ പേരാണോ? അൽഷിഫ, മെയിൻ ചെയിൻ കഴിഞ്ഞിട്ട് ബാക്കി എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് മെയിൻ ചെയിൻ കഴിഞ്ഞിട്ട്? 2 ഉണ്ട്. ആ 2 ഏത് ബ്രാഞ്ചാ? 2
CH3 ബ്രാഞ്ച് അല്ലേ? അല്ലേ അൽഷിബ? ആണോ? 2 CH3 ബ്രാഞ്ച് അല്ലേ വന്നേക്കുന്നത്? 2 CH3 ബ്രാഞ്ച്. ഒരു CH3 ബ്രാഞ്ചിന്റെ പേരെന്താ? അൽഷിബ പെട്ടെന്ന് പറ. ഒരു CH3 ബ്രാഞ്ചിന്റെ പേരെന്താണ്? 3 അവിടെ തെറ്റിപ്പോയി. 3 സെയിം ആള് വന്നു. 3 ഡൈമീഥൈൽ പെന്റേൻ. 3 ഡൈമീഥൈൽ പെന്റേൻ. വർക്കൗട്ട് ചെയ്യാണ്ട് നിങ്ങൾ പഠിക്കില്ല കേട്ടോ. ഇത് ഒറ്റയടിക്ക് റൂളൊക്കെ അറിയാന്ന് പറഞ്ഞ് നേരെ കയറി ചെന്ന് എഴുതാൻ പറ്റില്ല. ഒരു ട്രയൽ വേണം ഇതിന്. കുറച്ച് സാധനങ്ങൾ നിങ്ങൾ തന്നൊക്കെ ചെയ്ത് നോക്കിയാലാണ് എക്സാമിന് എഴുതാൻ പറ്റും. റൂളൊക്കെ പഠിച്ചു പോയി, തിയറി ഒക്കെ പഠിച്ചിട്ട് പോയി നേരെ പോയി അവിടെ നിന്ന് പ്രോബ്ലം ചെയ്ത് നോക്കി നടക്കില്ല. മോൾ കൺസെപ്റ്റിലെ എല്ലാ പ്രോബ്ലം പഠിച്ചോണ്ട് പോയി അവിടെ പോയി ഞാൻ പ്രോബ്ലം ചെയ്യുന്ന പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പറ്റോ? ഇല്ലല്ലോ, വായം വിളിച്ചിരിക്കൂലേ? അത് തന്നെ ഇവിടെ നടക്കാൻ പോണത്. ഇതിന് ട്രയൽ ആൻഡ് എറർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യും തെറ്റും അങ്ങനെ ശരിയാവുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞവർ അടുത്തടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കോളൂ കേട്ടോ, വെയിറ്റ് ചെയ്യണ്ട. ഇതിലെല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യനില് തേർഡ് ക്വസ്റ്റ്യനിൽ 2-3 കോമ്പൗണ്ട്സ് മാത്രം നിങ്ങൾക്ക് തേർഡ് ക്വസ്റ്റ്യനിലും സെക്കൻഡ് ക്വസ്റ്റ്യനിലും തേർഡ് ക്വസ്റ്റ്യനിലും 2-3 കോമ്പൗണ്ട്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ചെയ്തിട്ട് പൊക്കോണം കഴിഞ്ഞവർ. സംശയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയണത് കേട്ടിരുന്നാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിന് കറക്റ്റ് ആണ് നോക്കാം കേട്ടോ പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സി ഹൗ സം കാർബൺ ചെയിൻസ് ആർ നമ്പർ. അവിടെ ക്വസ്റ്റ്യൻസിൽ കാർബൺ ചെയിൻ നമ്പർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ദി റോങ് വൺസ്. തെറ്റായിട്ടുള്ളതിനെ കറക്റ്റ് ചെയ്യും. അമ്മാന സോലിയ, ഫസ്റ്റ് വൺ കറക്റ്റ് ആണോ? ലെഫ്റ്റ് റൈറ്റ് നമ്പർ തിരിച്ച് ചെയ്തിരുന്നതാണോ? ഇത് ഇപ്പൊ ചെയ്തേക്കുന്ന നമ്പറിങ് കറക്റ്റ് ആണോ? നമ്പറിങ് അത് നോക്കണ്ട. ലെഫ്റ്റ് ടു റൈറ്റ് ഒന്നും നോക്കണ്ട. ഇപ്പൊ ഈ കോമ്പൗണ്ട് ചെയ്തേക്കുന്ന നമ്പറിങ് കറക്റ്റ് ആണോ? ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്മുടെ എളുപ്പത്തിന് പറഞ്ഞതാണ്. അത് എന്തിനാ? ലോവസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ, ബ്രാഞ്ചിനുള്ള ലോവസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനാ 2 സൈഡിലും നമ്പർ ചെയ്യാൻ പറയുന്നത്. ഇതിലിപ്പോ ബ്രാഞ്ച് ഏതാ മാന? ഏത് കാർബൺ? ഏത് സൈഡിലുള്ള കാർബൺ? റൈറ്റ് സൈഡിലുള്ള കാർബൺ. ആ കാർബണിന് ലോവസ്റ്റ് നമ്പർ ആണോ കിട്ടിയിരിക്കുന്നത്? ആണോ? എങ്ങനെയാ പിന്നെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്? എവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോ? സമ്മോ? സമ്മ എടുക്കണ എപ്പോഴും 2 ബ്രാഞ്ച് വരുമ്പോഴല്ലേ സമ്മ എടുക്കുന്നത്? ഇല്ല, ഇവിടെ എത്ര ബ്രാഞ്ച് ഉള്ളൂ? ഇവിടെ ഒരു ബ്രാഞ്ച് ഉള്ളൂ. ഒരു ബ്രാഞ്ചിന് സമ്മ നോക്കണോ? റൂളൊന്നും മറന്നു പോയല്ലേ കേട്ടോ. 2 ബ്രാഞ്ച് ഉണ്ടെങ്കിലേ സമ്മ നോക്കേണ്ടത്. ഒരു ബ്രാഞ്ച് ഉള്ളൂ, ഇതിന് സമ്മ ഇല്ല. ഈ ചെയ്തേക്കുന്ന നമ്പറിങ് കറക്റ്റ് ആണോ തെറ്റാണോ? മാന എന്തുകൊണ്ടാ കറക്റ്റ് ആയത്? അറിയാണോ? അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? സാറ പറഞ്ഞേ. സെക്കൻഡിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ യെസ് കറക്റ്റ് ആണ്. വൈ? അതിൻ്റെ അകത്ത് ലോങ് ചെയിൻ തന്നെയാണ് അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ലോവസ്റ്റ് നമ്പർ ആണ് ബ്രാഞ്ചിൽ വന്നിരിക്കുന്നത്. കണ്ടോ? ഈ 2 കാര്യങ്ങൾ നോക്കാനുള്ളൂ നമുക്ക്. നമ്പറിംഗിൽ നെയിമിങ്ങിലൊക്കെ 2 കാര്യം നോക്കാനുള്ളൂ. ഒന്ന് ലോങ് ചെയിൻ ആണോ സെലക്ട് ചെയ്യുന്നത് നോക്കണം. ലോങ് ചെയിനിൽ 5 കാർബണാറ്റല്ലേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ ചെയിൻ എടുത്താലും അതിൽ 5 കാർബണാറ്റ് വരുള്ളൂ. സ്ട്രൈറ്റ് ചെയിൻ എടുത്താൽ 5 വരുള്ളൂ. താഴെ നിന്ന് മുകളിലോട്ട് എടുത്താൽ 5 വരുള്ളൂ. ലെഫ്റ്റിൽ നിന്ന് അകത്തോട്ട് എടുത്താൽ 5 വരുള്ളൂ. അല്ലേ?
5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ ആണ് വിട്ടേക്കുന്നത് നോക്കണം. ബ്രാഞ്ച് റൈറ്റ് സൈഡിലുള്ള കാർബൺ ആണ്. അതിന് ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്ത് എത്രാമത്തെ നമ്പറിലോ വന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും കാണിച്ചേ, ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ, ലെഫ്റ്റ് ടു റൈറ്റ് 4ാമത്തെ പൊസിഷൻ കേട്ടോ, 4ാമത്തെ പൊസിഷൻ. റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോഴാണ് 2ാമത്തെ പൊസിഷൻ വരുന്നത്. അപ്പോഴാണ് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. അപ്പൊ ഈ ശരിയാക്കുന്ന നമ്പറിങ് കറക്റ്റ് അല്ലേ? അതെ. ഇതിന്റെ പേര് എഴുതാൻ പറ്റുമോ? പേരൊന്ന് എഴുതിക്കേ. ഹൈഡ്രജൻ ഇല്ലാന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് എഴുതിക്കോ പേരൊന്നും. എന്റെ പേരെന്ന് പറഞ്ഞാൽ മാന എന്തെങ്കിലും അറിയോ നോക്കട്ടെ. നെയിം എഴുതി നോക്കണ്ടൊക്കെ ആവശ്യമുണ്ടോ? നമ്പറിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എടുത്ത് പറയാനുള്ളൂ. അൺമ്യൂട്ട് ചെയ്താലോ കേൾക്കൂ. 2-methyl പെൻഡെയിൻ കറക്റ്റ് ആണ് കേട്ടോ, എഴുതിക്കോ. 2-methyl പെൻഡെയിൻ 2ാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്. ആ ബ്രാഞ്ചിൽ ഒരു കാർബൺ ആറ്റമാണ് ഉള്ളത്. 2-methyl 5 കാർബൺ ആറ്റം ഉണ്ട് മെയിൻ ചെയിനില്. പെന്റ് സിംഗിൾ ബോണ്ട് ANE. സെക്കൻഡ് വൺ, ബി ക്വസ്റ്റ്യൻ. മുഹമ്മദ് അമീൻ. അമീനെ ശരിയാണോ? ശരിയാണോ? ശരിയല്ലേ? ശരിയാണോ? ശരിയാണെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ലോങ് ചെയിൻ കറക്റ്റ് ആയിരിക്കണം, നമ്പറിംഗ് കറക്റ്റ് ആയിരിക്കണം. ശരിയാ സാറേ. 5 താഴത്തേക്ക് ബ്രാഞ്ച് ഇല്ലേ? വേറെ താഴത്തേക്ക് എടുക്കുമ്പോ 4 വരും. 4 താഴത്തേക്ക് എടുക്കുമ്പോ 5 വരുള്ളൂ. 5 വന്നത്? എണ്ണി നോക്കിയൊന്ന്. ഈ ചെയിൻ എന്ന് പറയുന്നത് കണക്ഷൻ കട്ടാവാണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റണം കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത് ചെയിൻ എന്ന് പറയുന്നത്. കണക്ഷൻ കട്ടാവാണ്ട് നമുക്ക് ഒറ്റ ലൈനായിട്ട് എടുക്കാൻ പറ്റണം. നോക്കിക്കോ, ഒന്നുകൂടി നോക്കിക്കേ. ശരിക്കും താഴത്തെ ഒരു സി വരെയല്ലേ വരുള്ളൂ ചെയിൻ വരയ്ക്കുമ്പോ? ഒരു സി വരെയാണോ വരുന്നത്? ആ സീന്ന് വേറെ കണക്ഷൻ പോകുന്ന കണ്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ തെറ്റാ. താഴത്തെ ശരി. ഉണ്ടോ? ശ്രദ്ധിച്ചു നോക്കാത്തതിന്റെ കുഴപ്പമാണത്. അങ്ങനെയാണെങ്കിൽ ലോങ് ചെയിൻ ചെയ്ത് വരും. അമീന് ലോങ് ചെയിൻ ചെയ്താ വന്നത്. താഴത്തെ 2 സീ കൂടി വരുള്ളൂ. താഴത്തെ 2 സീ കൂടി കൂട്ടിയിട്ട് എടുക്കണം. നമ്പറിങ് സെയിം ആണോ? അപ്പൊ നമ്പറിങ് മാറ്റം വരുത്തണം. എങ്ങനെ നമ്പർ ചെയ്യണം? ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യണോ, റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യണോ? റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യണം. അങ്ങനെ ബ്രാഞ്ച് കുറഞ്ഞ ഇതിനകത്തുള്ളൂ. വെരി ഗുഡ്. ഇതാണ് കേട്ടോ കോമ്പൗണ്ട്. ഇതാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കില് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. ഇതാണ് കോമ്പൗണ്ട്. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത് ഇതാണ് ലോങ് ചെയിൻ തന്നേക്കുന്നത്. അതല്ല ലോങ് ചെയിൻ. എന്തുകൊണ്ടാ? ഇവിടെ ഒരു ലോങ് ചെയിൻ ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇത് ശരിക്കും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റണം. തിരിച്ചെടുക്കാൻ പറ്റിയാലാണ് നിങ്ങൾ വിജയിക്കുന്നത്. മാർക്ക് കിട്ടണം. അല്ലെങ്കിൽ മാർക്ക് ഇല്ലാട്ടോ. ഇതിന് ശരിക്കും നോക്കണം. അതാ പറഞ്ഞ ലോങ് ചെയിൻ കണ്ടുപിടിക്കുന്ന ടാസ്ക് ആണ്. അത് തെറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് തെറ്റിപ്പോയി. അപ്പൊ ഇതിൽ ലോങ് ചെയിൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ് ആണ്. താഴേന്ന് ബോട്ടത്തിലോട്ട് പോയി റൈറ്റിലോട്ടുള്ള ഇതാണ് ലോങ് ചെയിൻ. അതിൽ 6 കാർബൺ ആറ്റം ഉണ്ട്. ഇതിൽ 5 കാർബൺ ആറ്റം ഉള്ളൂ. അപ്പൊ ഇതാണ് ലോങ് ചെയിൻ. ഇനി നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്താൽ പോരാ. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്താൽ 4ാമത്തെ പൊസിഷനിലാണ് വരുള്ളൂ ബ്രാഞ്ച്. ഇതാണ് ബ്രാഞ്ച് കേട്ടോ. അപ്പോ സർക്കിൾ ഇതാണ് ബ്രാഞ്ച്. റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോഴാണ് 3ാമത്തെ പൊസിഷനിൽ വരുന്നത്. അപ്പൊ നമ്പർ ചെയ്യുമ്പോഴും താഴേന്ന് നമ്പർ ചെയ്യണം. താഴേന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യണം. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ അമീന് കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത്. ഹൈഡ്രജനൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ നെയിം പറ. 3-methyl hexane. ശരിയാണോ? ബാക്കിയുള്ളവർ ശരിയാണോ? ബാക്കിയുള്ളവർ ആണോ? അതെ കേട്ടോ. ഞാനിപ്പോ കുറച്ച് നേരത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ലീവ് ചെയ്യാൻ വരട്ടെ. നിങ്ങൾ അങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കല്ല. നിങ്ങളുടെ അനാലിസിസ് നടക്കാനുണ്ട്. അപ്പോ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് ചോദിക്കാനുണ്ടോ? ഞാൻ മുമ്പ് പറഞ്ഞത്. അത് നമുക്ക് ഇനി എത്തൂല. അത് എക്സാമിന് വല്ലതും ഉണ്ടോ? നമുക്ക് നാളെ എടുക്കാം.
നാളെ എടുത്താൽ മതിയോ? നാളെ രാവിലെ എടുക്കാം, സെയിം ടൈം. നാളെ സെയിം ടൈമിൽ ക്ലാസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ലീവ് ചെയ്യരുത്, നിങ്ങൾക്ക് അനാലിസിസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ലീവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ശരി, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ജോൺ സാർ പ്ലീസ്. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ ബൈ വീക്കിലി കംപ്ലീറ്റ് ആയി. നമുക്ക് ഇപ്രാവശ്യം ഫിസിക്സ് മാത്സ് ആയിരുന്നു. അപ്പം കുറച്ചധികം സ്റ്റുഡൻസ് ഫെയിൽ ആയിട്ടുണ്ട്. അതേപോലെ ആബ്സെന്റ് 3 പേര് ആയിട്ടുണ്ട്. ഈ ആബ്സെന്റ് ആയ സ്റ്റുഡൻസ് ഞായറാഴ്ച നമുക്ക് റെമഡി ഉണ്ടായിരിക്കും കേട്ടോ. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, നമുക്ക് 19-ാം തീയതി റീടെസ്റ്റോ റെമഡി ഉണ്ടായിരിക്കില്ല കേട്ടോ. ഈ വരുന്ന ഞായറാഴ്ച ഉണ്ടായിരിക്കില്ല, അത് നമുക്ക് അടുത്ത ഞായറാഴ്ച ആയിരിക്കും ഉള്ളത്. എന്ന് വെച്ചാൽ 26-ാം തീയതിയാണ്. അത് ആരും ഇനി വിളിച്ച് കൺഫ്യൂസ് ആവരുത്. നമുക്ക് 26-ാം തീയതി ആയിരിക്കും റീടെസ്റ്റും അതിന്റെ റെമഡി. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ നമുക്ക് അനാലിസിസ് കിടക്കാം. ഞാൻ പെട്ടെന്ന് വിളിച്ചേക്കാം. നമുക്ക് 7:26 ആയുള്ളൂ. 7 വരെയല്ലേ ക്ലാസ്. ഓക്കെ. ഫസ്റ്റ് അലീന നല്ല മാർക്കാണ്. S1 ആണ്. 9.5 ആണ്. 9.2 നല്ല മാർക്കുണ്ട് കേട്ടോ അലീന. വെൽ ഡൺ. അപ്പൊ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അതേപോലെ വേറെ കാര്യങ്ങള്, നിങ്ങൾ ക്ലാസ് കയറി കഴിഞ്ഞാൽ ലീവ് ആവരുത്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത് ക്ലാസ്? 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ, 6:15 സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 6:15 തൊട്ട് 7 വരെ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതേപോലെ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ആൻസർ ഉണ്ടായിരിക്കണം. നമ്മൾ ചോദ്യം ചോദിച്ച് നോട്ട് ആൻസറിങ് വന്നാലേ ഓഫീസിൽ വന്നിരുന്ന് പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് വിളിക്കും. അപ്പൊ നിർബന്ധമായിട്ട് വരേണ്ട വരും കേട്ടോ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ലീവ് ചെയ്തു അലീന. താങ്ക് യു സർ. ഓക്കെ. അനീറ്റ S1 രണ്ടിൽ ഫുൾ ആണ് അനീറ്റ. വെൽ ഡൺ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ആഷ്ന S1 ആണ്, നല്ല മാർക്കാണ്. ഫാത്തിമ BV അതേപോലെ തന്നെ S1 നല്ല മാർക്കാണ്. ഫാത്തിമ ഇസ്മായിൽ S1 നല്ല മാർക്കാണ്. നൗറിൻ ഫാത്തിമ S1 നല്ല മാർക്കാണ് കേട്ടോ. അപ്പൊ ഇത്രയും മാർക്ക് ലീവ് ചെയ്യാം കേട്ടോ. അതാണ് അഫിൻ 9.5 ആൻഡ് 7 S2 കുഴപ്പമില്ല. അഫ്നാൻ കുഴപ്പമില്ല, S2 ആണ്. അഫ്ര കുഴപ്പമില്ല. അൽഹ S2. അൽഹയ്ക്ക് എന്ത് പറ്റി? മാത്സ് കുറഞ്ഞല്ലോ. അൽഹക്ക് H. അൽഹ കൂടി എന്ത് പറ്റി? മാത്സ് 6 മാർക്ക് കൊള്ളൂല്ലോ. ശ്രദ്ധിക്കാട്ടോ. ശ്രദ്ധ കുറവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അൽഷിഫ കുഴപ്പമില്ല, S2 ആണ്.